ഹലോ ഡിയേഴ്സ്, ചന്ദ്രകാന്തം ആ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ അഴിയുന്ന നിമിഷം. അതേ പ്രേക്ഷകരെ, നമ്മുടെ പുത്തൻ പ്രമോലുണ്ടല്ലോ, നമ്മുടെ പിങ്കി വല്ലാ തലമുറയിട്ട് കരയുകയും ഒടുവിൽ നമ്മുടെ ലക്ഷ്മിയമ്മ വന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പിങ്കി എന്തൊക്കെയോ മനസ്സ് തുറക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാവും കേട്ടോ. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ നന്ദുമോൻ അറിയുകയാണ്. നമ്മുടെ നന്ദ വഴി നമ്മുടെ നന്ദയുടെ വീട്ടിൽ നമ്മുടെ നന്ദുമോൻ പോകുമ്പോൾ നന്ദ നിർമ്മലിനോട് പറയുന്നുണ്ട്, ഇത് പിങ്കിയുടെയും ഗൗതം സാറിന്റെയും മകനല്ല നന്ദുവിനെ ദത്തെടുത്തതാണെന്ന് ആ നന്ദ നിർമ്മലിനോട് പറയുന്നു. നമ്മുടെ നന്ദു കേൾക്കുകയും നന്ദു അത് ഇന്ത്യവരത്തിൽ വന്ന് നമ്മുടെ പിങ്കിനോടും ഗൗതമിനോടും പറഞ്ഞ വലിയൊരു പ്രശ്നമാക്കുകയും നമ്മുടെ നന്ദുമോൻ ഇതൊക്കെ ആ ഒരു സങ്കടം സഹിക്കാനാവാതെ മുറിയിൽ കയറി കഥ കടക്കിയെന്നൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പിങ്കിനോടും നമ്മുടെ ഗൗതമിനടുത്ത് മുഖത്ത് നോക്കിയായിട്ട് നമ്മുടെ നന്ദുമോൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ ദത്തെടുത്തതാണല്ലേ എന്ന്. അപ്പൊ നമ്മുടെ പിങ്കിനെയും ഗൗതമിനെയും അത് വല്ലാതെ മുറിപ്പെടുത്തുന്ന ഒരു ചോദ്യം തന്നെ ആയിരുന്നു അല്ലെ പ്രേക്ഷകർ. അപ്പൊ എന്തായാലും നമ്മുടെ നന്ദുമോൻ മുറി തുറക്കുന്നതേ ഇല്ല കേട്ടോ. അപ്പൊ നമ്മുടെ പിങ്കി കുറേയിട്ട് മുട്ടി വിളിക്കുന്നുണ്ട്, പക്ഷെ നന്ദുമോൻ ഒരനക്കവും ഇല്ല. ലാസ്റ്റ് നമ്മുടെ പിങ്കി അലമുറയിട്ട് കരയുകയാണ്. അവിടെ നമ്മുടെ ലക്ഷ്മിയമ്മ വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പിങ്കി എന്തൊക്കെയോ രഹസ്യങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് പ്രേക്ഷകര്. അത് എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത് അല്ലെ. ഇനി നമ്മുടെ പിങ്കി ഇത്ര നാളും ചെയ്തത് നമ്മുടെ ഗൗതമിന് വേണ്ടി മാത്രമായിരുന്നു, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അർപ്പിച്ച് നമ്മുടെ നന്ദുമോൻ അമ്മയായതാണോ, എന്താണ് നമ്മുടെ പിങ്കിയുടെ ലക്ഷ്യം എന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അല്ലെ. അപ്പൊ എന്തായാലും നിങ്ങൾ കാത്തിരുന്നതിനെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.